മലബാറിൻ്റെ ഇഷ്ടവിഭവമായ അരിപ്പത്തിരിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. കഴുകി ഉണക്കിയ പച്ചരി തീരെ തരിയില്ലാതെ നൈസായി പൊടിച്ച് അതുകൊണ്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പത്തിരി നല്ല സോഫ്റ്റായി കിട്ടാൻ അരിപ്പൊടിയുടെ വേവും മാവ് കുഴയ്ക്കുന്നതും ഒക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഇതുപോലൊരു ഗ്ലാസ്സിലാണ് അരിപ്പൊടി അളന്നെടുക്കുന്നത്. 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലും തരി ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടി. അതിനുശേഷം 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന റേഷ്യോയിൽ വെള്ളം അളന്നെടുക്കാം. ഞാൻ ഈ അരിപ്പൊടി വറുക്കാതെയാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണെങ്കിൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. ചില പൊടിക്ക് കൊഴുപ്പ് കൂടുതലായിട്ട് പശ പോലെ ഒട്ടലുണ്ടാവും. അങ്ങനെയുള്ളതിന് 1 ഗ്ലാസ് വെള്ളം മതിയാകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 1.25 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് അരിപ്പൊടി ഇടുന്നതിൻ്റെ മുൻപ് 1/4 ഗ്ലാസ് വെള്ളം മാറ്റി വയ്ക്കുക. എന്നിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ചേർക്കാം. ഇനി അടച്ചു വെച്ച് ഇതൊന്ന് തിളപ്പിക്കുക കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റുക. എന്നിട്ട് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ വെള്ളത്തിലുള്ള ഉപ്പ് ഒന്ന് കൂടി നിൽക്കണം കേട്ടോ. അപ്പോഴാണ് മാവിട്ട് നമ്മളത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് പാകമായി കിട്ടുക. അപ്പോൾ നമുക്ക് ഈ അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പൂണ് വെച്ച് ഇത് നന്നായി ഈ വെള്ളവും അരിപ്പൊടിയും കൂടെ നന്നായി മിക്സായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. തീ കുറച്ചിട്ട് തന്നെ പൊടിയിട്ട് ഇളക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ പൊടി നനയാതെ മാവിനിടയ്ക്ക് ചെറിയ കട്ടകളായിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടിയിട്ട് വേവിക്കുക. വാട്ടുക എന്ന് പറയും, അത് ചെയ്യാം. പൊടിയും വെള്ളം കൂടെ നന്നായി മിക്സാക്കി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു 4 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അതിനുശേഷം ചൂടോടെ തന്നെ ഈ മാവൊന്ന് കൂട്ടിയെടുക്കണം. ഞാൻ ഇതുപോലെ കല്ലുപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഈസിയാണ്. നമ്മുടെ കയ്യിൽ ചൂട് തട്ടുമില്ല. ചൂടിൽ തന്നെ നമുക്കിതൊന്ന് കൂടിക്കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, മാവ് നമ്മൾ കൈകൊണ്ട് കുഴച്ച പോലെ തന്നെ കൂടി വന്നിട്ടുണ്ട്. ഇനി ഇത് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. നമ്മുടെ കൈക്ക് എത്രത്തോളം ചൂടിൽ കുഴയ്ക്കാൻ പറ്റുമോ അത്രയും ചൂടിൽ കുഴയ്ക്കുക. ചൂടോടെ കുഴച്ചാൽ നല്ല മയത്തിലും പെട്ടെന്നും ആയി കിട്ടും. ഞാനിതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഈ വെള്ളത്തിൽ കൈയൊന്നും മുക്കുകയാണെങ്കിൽ ചൂടിനും കുറവുണ്ടാവും. അതുപോലെ മാവ് വേഗത്തിൽ സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ കുഴയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കൈക്ക് അത്ര വലിയ ചൂടുണ്ടാവില്ല. ഈ മാവ് കുഴയ്ക്കുന്നതിനനുസരിച്ചാട്ടോ നമ്മുടെ പത്തിരി നന്നാവുക. നല്ല മയത്തിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ പത്തിരി അതേപോലെ സോഫ്റ്റ് ആവും. അപ്പോൾ ഞാനിതൊന്ന് നന്നായി കുഴച്ചെടുക്കട്ടെ. പഞ്ഞിയിലൊക്കെ തൊടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ എത്തുന്നത് വരെ കുഴയ്ക്കണം കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കൈയൊക്കെ റോസ് നിറമായിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റോളം നിർത്താതെ ആ പഞ്ഞി പോലെയുള്ള സ്റ്റേജ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ആ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ കുഴച്ച സമയത്ത് മാവ് ഇവിടെ ചെറുതായി പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൊടി ഇട്ടിട്ട് അതൊന്ന് റബ്ബ് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്കവിടെ ക്ലീനായി കിട്ടും. പിന്നെ പരത്താനും എളുപ്പമാവും. അപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയിട്ട് ഞാൻ പരത്തും ചുടും ഒപ്പാണ് കേട്ടോ ചെയ്യുക. അതാണ് കൂടുതൽ നല്ലതെന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കോട്ടിങ് പോയ പഴയ പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാവണ നേരം കൊണ്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ആദ്യം പ്രസ്സിൽ ചെറുതായി ഒന്ന് പരത്തിയിട്ട് പിന്നെ ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് വലുതായി പരത്തുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് പൊടിയിലൊന്ന് പുരട്ടിയിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് പരത്തിയെടുക്കാം. ഇതിപ്പോൾ തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പാന്, അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക.
ഇതിലിനി ചെറിയ ബബിൾസ് വരും, ആ സമയത്താണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതാവുന്ന നേരം കൊണ്ട് അടുത്ത പത്തിരി പെട്ടെന്ന് പരത്തിയെടുക്കാം. മാവ് നല്ല രീതിയിലാണ് കുഴച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ കിട്ടും. കണ്ടില്ലേ, തീരെ കട്ടിയില്ല, നൈസായിട്ടാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. അത് പരത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പാനിലെ പത്തിരിയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ചെറിയ ചെറിയ ബബിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അത് പൊങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. മാവ് ശരിയായ രീതിയിൽ കുഴഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരൊറ്റ ബബിളായിട്ട് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്കെടുത്ത് മാറ്റാം. ഇനി നമ്മൾ ഇതിനിടയ്ക്ക് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിട്ട് കൊടുക്കുക. അതാവുന്ന നേരം കൊണ്ട് വീണ്ടും പത്തിരി പരത്തുക. അപ്പോൾ ഈ പ്രോസസ്സിലാണ് ഞാൻ ഈ പത്തിരി കംപ്ലീറ്റ് ചുട്ടെടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പൊടി വാട്ടുന്ന സമയത്ത് വെള്ളം കറക്റ്റായിരിക്കണം, അതിൻ്റെ വേവും ശരിയായിരിക്കണം. അതുപോലെ തന്നെ മാവ് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇത് കുറച്ച് നേരം വെച്ചിരുന്നാലും ഒന്നും ബലം വെക്കില്ല. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പത്തിരി ചുടുമ്പോൾ സോഫ്റ്റാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ബലം വെക്കുന്നു. അപ്പോൾ അതുപോലെ ഒന്നും അല്ല ഇത്. എത്ര നേരം വെച്ചാലും ഇതുപോലെ സോഫ്റ്റ് തന്നെ ആയിരിക്കും. പത്തിരി ചുട്ട് കഴിഞ്ഞ് അങ്ങനത്തെ പ്രശ്നം വരുന്നവർ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഇതിൽ ചെയ്ത പോലെ ഒരു പത്തിരി പരത്തുക, അത് ചുടുക, അടുത്ത പത്തിരി പരത്തുക, അങ്ങനെ അല്ലാതെ ആദ്യം കംപ്ലീറ്റ് പരത്തി കഴിഞ്ഞ് പിന്നീടും ചുട്ടെടുക്കാം. ഞാൻ ടൈം വെറുതെ വേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പത്തിരിയുടെ കൂടെ ഞാൻ കഴിക്കാൻ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. തേങ്ങ വറുത്തരച്ച നല്ല നാടൻ ചിക്കൻ കറി. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലിടുന്നില്ല, ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അപ്പോൾ അത് നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയണവർ. അപ്പോൾ അവരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കുക. സുലൈമാനി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.